ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് എഡ്ജ് എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ നല്ലൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സ്റ്റോക്ക് എഡ്ജിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്ക് എഡ്ജിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി സ്റ്റോക്ക് എഡ്ജിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ സ്റ്റോക്ക് എഡ്ജിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് ആണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 മന്ത് സ്റ്റോക്ക് എഡ്ജിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോയുടെ കമന്റ് ബോക്സിൽ സ്റ്റോക്ക് എഡ്ജിന്റെ ഫ്രീ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സ്റ്റോക്ക് എഡ്ജിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം CO100 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് സ്റ്റോക്ക് എഡ്ജ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലെ സ്റ്റോക്ക് എഡ്ജിൽ പ്രീമിയം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എഡ്ജിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നമുക്ക് കാണാൻ സാധിക്കാം. ഇതിലിവിടെയാണ് പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നത്. അതിനാദ്യം സ്കാൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രൈസ് സ്കാൻ ഉണ്ട്, വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ഉണ്ട്, ടെക്നിക്കൽ സ്കാൻ ഉണ്ട്, ഫണ്ടമെന്റൽ സ്കാൻ ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്കാൻ ഉണ്ട്, സ്ട്രൈക്ക് വൈസ് ഓപ്ഷൻ സ്കാൻ ഉണ്ട്, കാൻഡിൽസ്റ്റിക് സ്കാൻ ഉണ്ട്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ പ്രൈസ് സ്കാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ബ്രേക്ക്ഔട്ട് സ്കാൻ ആണ്. ഇപ്പോൾ പ്രീവിയസ് ഡേ ബ്രേക്ക്ഔട്ട് സ്കാനിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയും ലോയും ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളുടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്റ്റോക്സിൽ ഇവിടെ വരുന്നതാണ് കണ്ടോ. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഹൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമുക്കുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ല നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോക്സിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈസ് വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അതല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ സെക്ടർ വൈസ് വെച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്സിൽ മാത്രമേ വരത്തുള്ളൂ. ഇനി നമുക്ക് പ്രൈസ് സ്കാനിൽ തന്നെ അടുത്ത് വരുന്ന സംഭവമാണ് വീക്ക്ലി ബ്രേക്ക്ഔട്ട് സ്കാൻ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട്, ലാസ്റ്റ് വീക്ക് ലോ ബ്രേക്ക്ഔട്ട്, ക്ലോസ് എബോ ലാസ്റ്റ് വീക്ക് ഹൈ, ക്ലോസ് ബിലോ ലാസ്റ്റ് വീക്ക് ലോ, അതുപോലെ ക്ലോസ് ക്രോസിംഗ് കറണ്ട് വീക്ക് ഹൈ, ക്ലോസ് ക്രോസിംഗ് കറണ്ട് വീക്ക് ലോ. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ സ്റ്റോക്കുകളെന്ന് അറിയാനായിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ സ്റ്റോക്സുകൾ ആ ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മന്ത്ലി ബ്രേക്ക്ഔട്ട് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വീക്ക്ലി കണ്ട പോലെ മന്ത്ലി ആണ്. ഇത് മന്ത്ലി ഹൈ, മന്ത്ലി ലോ ബ്രേക്ക്ഔട്ട്, ഓക്കെ, ലാസ്റ്റ് മന്ത് ഹൈ, ലാസ്റ്റ് മന്ത് ലോ ബ്രേക്ക്ഔട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടത് ഏതാണ്. ഇപ്പോൾ നമ്മൾ മന്ത്ലി ബ്രേക്ക്ഔട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഏതാണ് സ്കാൻ വേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി പ്രൈസ് സ്കാനുള്ളത് 52 വീക്ക് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്കാൻ ആണ്. അപ്പോൾ 52 വീക്ക് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്കാനിൽ ഇവിടെ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് കാണുന്നുണ്ട്, 52 വീക്ക് ലോ ബ്രേക്ക്ഔട്ട് ഉണ്ട്, ക്ലോസ് വിത്തിൻ 52 വീക്ക് ഹൈ സോൺ ഉണ്ട്, അതുപോലെ ക്ലോസ് എൻട്രിങ് 52 വീക്ക് ഹൈ സോൺ ഉണ്ട്, അതുപോലെ ക്ലോസ് വിത്തിൻ 52 വീക്ക് ലോ സോൺ ഉണ്ട്, ക്ലോസ് എൻട്രിങ് 52 വീക്ക് ലോ സോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ 52 വീക്ക് ഹൈയും 52 വീക്ക് ലോയും ബ്രേക്ക്ഔട്ടാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ലോ റേഞ്ചിൽ വരുന്ന സ്റ്റോക്സുകൾ നമുക്ക് ഇവിടെ സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഈ 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകാൻ പോകുന്നത് നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് 52 വീക്ക് റേഞ്ച് സ്കാൻ ഉണ്ട്. അപ്പോൾ 52 വീക്ക് റേഞ്ചിൽ മോഡറേറ്റ് റൈസ് ഫ്രം 52 വീക്ക് ലോ. അപ്പോൾ 52 വീക്ക് ലോന്ന് കയറി വരുന്ന സ്റ്റോക്സുകളാണ്. മോഡറേറ്റ് ഫോൾ ഫ്രം 52 വീക്ക് ഹൈ, അതായത് 52 വീക്ക് ഹൈന്ന് താഴേക്ക് വരുന്ന സ്റ്റോക്സുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇനി അടുത്തത് 2 ഇയേഴ്സ് ബ്രേക്ക്ഔട്ട് സ്കാൻ ആണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് 2 വർഷത്തെ ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് 2 വർഷത്തെ ഹൈക്ക് എടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ലോക്ക് എടുത്ത് നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സുകൾ ആ ലെവലിൻ്റെ അടുത്ത് വരാണെങ്കിൽ നമുക്ക് ആ സ്റ്റോക്സിലൂടെ കാണിക്കും. ഇപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ 2 ഇയേഴ്സ് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളാണ്. ഇനി 5 ഇയേഴ്സ് ബ്രേക്ക്ഔട്ട് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് 5 ഇയേഴ്സ് ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ 5 ഇയേഴ്സ് ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ 5 ഇയേഴ്സ് ഹൈക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണ്. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ മെയിൻ ആയിട്ട് 5 ഇയേഴ്സ് ബ്രേക്ക്ഔട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം ആ ഒരു 5 വർഷത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്സിന് അപ് ട്രെൻഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അതായത് 5 വർഷത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു 1-2 ആഴ്ച ആ ഒരു ഹൈക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു 5 ഇയേഴ്സ് ഹൈ ലെവൽ റീടെസ്റ്റ് എടുത്ത് തിരിച്ച് നല്ല രീതിയിൽ കയറി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ടാണ് ആ ഒരു സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന സ്റ്റോക്സുകൾ നമ്മൾ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ,
ഇനി ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ലോ ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ആ സ്റ്റോക്സ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഓൾ ടൈം ഹൈക്ക് തൊട്ടടുത്ത് ട്രേഡ് ചെയ്യുന്നതും നമുക്ക് ഇവിടെ സ്കാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു സ്കാനറിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആ സ്റ്റോക്സുകളോട് കിട്ടുന്നതാണ്. പിന്നെ 1 ഡേ ബിഹേവിയർ സ്കാൻ. അപ്പോൾ ഒരു ദിവസത്തെ ഒരു സ്റ്റോക്സിന് ബിഹേവിയർ, അത് ഓപ്പൺ അറ്റ് ഹൈ, ഓപ്പൺ അറ്റ് ലോ, ഉണ്ടോ, ഓപ്പണിംഗ് അറ്റ് ഹൈ, ഓപ്പണിംഗ് അറ്റ് ലോ, ഉണ്ടോ. പിന്നെ 2 ഡേ ബിഹേവിയർ സ്കാൻ. അപ്പോൾ ഓപ്പണിംഗ് അറ്റ് ഹൈ ഫോർ 2 ഡേയ്സ്, ഓപ്പണിംഗ് അറ്റ് ലോ ഫോർ 2 ഡേയ്സ്, ഉണ്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോക്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ക്ലോസിംഗ് എബോവ് പ്രീവിയസ് ഹൈ ഫോർ 2 ഡേയ്സ്. അപ്പോൾ 2 ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്സുകൾ, അതുപോലെ 2 ദിവസത്തെ ലോ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്സുകൾ, അതുപോലെ മേക്കിംഗ് ഹയർ ഹൈ ഫോർ 2 ഡേയ്സ്, 2 ദിവസമായിട്ട് ഹയർ ഹൈ എടുത്ത് പോകുന്ന സ്റ്റോക്സുകൾ, അതുപോലെ മേക്കിംഗ് ലോവർ ലോ ഫോർ 2 ഡേയ്സ്, ലോവർ ലോ എടുത്ത് പോകുന്ന സ്റ്റോക്സുകൾ, അതൊക്കെ ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ 3 ഡേയ്സ് ബിഹേവിയർ ഉണ്ട്, സെയിം തന്നെ. പിന്നെ റിലേറ്റീവ് പെർഫോമൻസ് സ്കാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് പെർഫോമിംഗ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇൻ ബോത്ത് 1 വീക്ക് ആൻഡ് 3 മന്ത്സ്. അതുപോലെ സ്റ്റോക്ക് അണ്ടർ പെർഫോമിംഗ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇൻ ബോത്ത് 1 വീക്ക് ആൻഡ് 3 മന്ത്സ്. സ്റ്റോക്ക് ഔട്ട് പെർഫോമിംഗ് സെക്ടർ ഇൻഡെക്സ് ഇൻ ബോത്ത് 1 വീക്ക് ആൻഡ് 3 മന്ത്സ്. സ്റ്റോക്ക് അണ്ടർ പെർഫോമിംഗ് സെക്ടർ ഇൻഡെക്സ് ഇൻ ബോത്ത് 1 വീക്ക് ആൻഡ് 3 മന്ത്സ്. അപ്പോൾ അതും നമുക്കൊന്ന് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് അഡാപ്റ്റീവ് ആൻഡ് സ്റ്റാറ്റിക് റിലേറ്റീവ് സ്ട്രെങ്ത് സ്കാൻ ആണ്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ആബ്സലൂട്ട് റിട്ടേൺ സ്കാൻ ഉണ്ട്. അപ്പോൾ ഹൈ ഇൻക്രീസ് ഇൻ 1 മന്ത്, ഹൈ ഡിക്രീസ് ഇൻ 1 മന്ത്. അപ്പോൾ 1 മന്തിൽ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബുള്ളിഷ്, നല്ല രീതിയിൽ ബെയറിഷ് ആയിട്ട് പോകുന്ന സ്റ്റോക്സുകൾ ഈ ഒരു സ്കാനറിന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. 5 ഇയേഴ്സ്, 2 ഇയേഴ്സ്, 1 ഇയർ, 6 മന്ത്, 3 മന്ത്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലോങ് ടൈമിലേക്കും ഷോർട്ട് ടൈമിലേക്കും ഒക്കെ ഈ ഒരു സ്കാൻ യൂസ് ചെയ്ത് നമുക്ക് നല്ല ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി VWAP സ്കാൻ ഉണ്ട്. അപ്പോൾ ക്രോസിംഗ് എബോവ് VWAP, അതായത് VWAPന് മുകളിൽ ട്രേഡ് എടുക്കുന്ന സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കുന്നതാണ്, കണ്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ 2 ദിവസത്തെ VWAPന് മുകളിൽ, 2 ദിവസത്തെ VWAPന് താഴെ, 3 ദിവസത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു പ്രൈസ് സ്കാനിൽ ഇത്ര ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻട്രാഡേക്കും അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിനും സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ആണ്. അപ്പോൾ വോളിയം ആൻഡ് ഡെലിവറി സ്കാനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഡെലിവറി പെർസെൻറ്റേജ്, അതായത് ഹൈ ഡെലിവറി ഉള്ള സ്റ്റോക്സുകൾ ഡേറ്റ് വൈസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഈ സ്റ്റോക്സുകളൊക്കെ ഹൈ ഡെലിവറി സ്റ്റോക്സുകളാണ്. അതുപോലെ ഹൈ ഡെലിവറി ക്വാണ്ടിറ്റി, അതും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡെലിവറി ബേസ് ചെയ്തിട്ടുള്ള സ്കാനാണ്. ഇനി വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ഇൻ ദിസ് വീക്ക്. അപ്പോൾ ഇത് ഈ ആഴ്ചയിലെ ഹൈ ഡെലിവറി ഉള്ള സ്റ്റോക്സുകളാണ് കാണിക്കുന്നത്, സ്കാൻ ചെയ്തെടുക്കുന്നത്. വോളിയം ആൻഡ് ഡെലിവറി സ്കാൻ ദിസ് മന്ത്, അതായത് ഈ മാസം ഹൈ ഡെലിവറി ഉള്ള സ്റ്റോക്സുകളാണ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെലിവറി പെർസെൻറ്റേജ് നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഈ സ്കാനർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ ടെക്നിക്കൽ സ്കാനാണ് നോക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ സ്കാനിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു ടെക്നിക്കൽ സ്കാനിൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് സ്കാൻ, അതിൽ തന്നെ ഒരുപാടുണ്ട്. പിന്നെ ഉള്ളത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതിന് ഒരുപാടുണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാ ഇപ്പോൾ 20 EMക്ക് മുകളിൽ അല്ലെങ്കിൽ 100 EMക്ക് മുകളിലുള്ള സ്റ്റോക്കുകളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഏത് EMI ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു നമുക്കൊന്ന് സെലക്ട് ചെയ്ത് സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്നിക്കലാണ്, ഓരോ ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് സ്കാൻ ഉണ്ട്. അപ്പോൾ സൂപ്പർ സ്കാനിൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഇപ്പോൾ ബൈ ട്രെൻഡിൽ വന്നിരിക്കുന്നത് അറിയാനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സൂപ്പർ ട്രെൻഡ് സിഗ്നൽസ് ചേഞ്ച് ടു ബൈ. ഇനി സെല്ലിലേക്ക് അറിയാനായിട്ട് കണ്ടോ, സെല്ല്, ഇതൊക്കെ സെൽ സിഗ്നലിൽ വന്നിരിക്കുന്ന സ്റ്റോക്സുകളാണ്. ഓക്കെ. പ്രൈസ് നിയറിംഗ് സൂപ്പർ ട്രെൻഡ് സപ്പോർട്ട്. അപ്പോൾ സൂപ്പർ ട്രെൻഡ് സപ്പോർട്ട് എടുത്ത് ട്രേഡ് എടുക്കുന്ന സ്റ്റോക്സുകളും നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ് കണ്ടോ. ഓക്കെ. അപ്പോൾ ഇത് സൂപ്പർ ട്രെൻഡ് സ്കാൻ ആണ്. അപ്പോൾ ഇത് ടെക്നിക്കൽ സ്കാൻസ് ആണ്, അതായത് ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ടുള്ള സ്കാനാണ് ടെക്നിക്കൽ സ്കാൻ എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെന്റൽ സ്കാൻസ്. ഈ ഫണ്ടമെന്റൽ സ്കാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ സ്വിംഗ് ട്രേഡിംഗ് വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ സ്കാൻ യൂസ് ചെയ്യുന്നത്. അതിൽ പ്രോഫിറ്റബിലിറ്റി സ്കാൻ ഉണ്ട് കണ്ടോ, ഹൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇംപ്രൂവ്ഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കണ്ടോ, അങ്ങനെ ഒരുപാട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. കണ്ടിന്യൂസ് നമുക്ക് പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്സുകൾ.
അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ബൈ ലെവൽ വരാമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. കാരണം കണ്ടിന്യൂസ് ഈ ഒരു സ്റ്റോക്സിൽ പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഈ ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട്. അതുപോലെ ടേൺ ഓവർ സ്കാൻ ഉണ്ട്. നമ്മൾ ഓരോ സ്കാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരുപാട് സ്കാനേഴ്സ് കാണുന്നതാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കാനർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇപ്പോൾ ഇൻക്രീസിങ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് ഉണ്ടോ, അപ്പോൾ ആ സ്റ്റോക്സിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഡിവിഡൻഡ് സ്കാൻ ഉണ്ട് കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സുകൾ. ഇപ്പോൾ നിങ്ങൾ ഡിവിഡൻഡ് നോക്കിയാണ് സ്റ്റോക്സുകൾ ബൈ ചെയ്യുന്നതെങ്കിൽ കണ്ടോ, ഇത്തരം സ്റ്റോക്സുകൾ നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ TCS 59 തവണയാണ് ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത് 2011 മുതൽ കണ്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സ്റ്റോക്സുകളാണ് ടോപ്പിൽ ഡിവിഡൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് ഷെയർ ഹോൾഡിംഗ് സ്കാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻക്രീസ് ഇൻ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ്, അതായത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് കണ്ടോ. അവർ എത്ര പെർസെൻറ്റേജ് ആ ഒരു ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഏത് സ്റ്റോക്സിലാണ് അവർ ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടെ അറിയാൻ സാധിക്കും. അതുപോലെ FIA ഇൻക്രീസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൽ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും കണ്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ഒരുപാടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, ഹൈ FIA ഷെയർ ഹോൾഡിങ്സ്, അതായത് FIA ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ഏതൊക്കെയാണെന്ന് ഇവിടെ അറിയാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ലോങ് ടൈമിലേക്ക്. അതുപോലെ ഒരുപാടുണ്ട്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് ഉണ്ട് കണ്ടോ, ഇൻക്രീസിങ് പ്ലെഡ്ജ്, ഡിക്രീസിങ് പ്ലെഡ്ജ്, സീറോ പ്ലെഡ്ജ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫണ്ടമെന്റൽ ബേസ് ചെയ്തിട്ടാണ് കണ്ടോ ഈ സ്കാനറൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഫണ്ടമെന്റൽ അനാലിസിസ് വളരെയധികം യൂസ്ഫുൾ ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് സ്റ്റോക്സുകൾ ഈ ഒരു സ്കാനർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്കാൻ, ഇത് നമ്മൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സ്റ്റോക്സുകൾ ഏതൊക്കെയാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഹൈ ഇൻക്രീസിങ് ഫ്യൂച്ചർ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്ത് വയ്ക്കുന്നത് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സ്കാനർ. ലോങ് പൊസിഷൻ സ്കാൻസ്, ഷോർട്ട് പൊസിഷൻ സ്കാൻ, പുട്ട് കോൾ റേഷ്യോ സ്കാൻസ് ഉണ്ട്, സ്റ്റോക്ക് വിത്ത് ഹൈ PCR ഉണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നല്ല PCR സ്റ്റോക്സുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി സ്ട്രൈക്ക് വൈസ് ഓപ്ഷൻ സ്കാൻ ആണ് അടുത്തത്. അത് ഇൻഡെക്സ് ഓപ്ഷൻ സ്കാൻ ഉണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ സ്കാൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് വിത്ത് ഹൈ ഇൻക്രീസിങ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഏത് സെക്ടറിലാണ് ഏത് സ്ട്രൈക്കിലാണെന്നൊക്കെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോക്സിന്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് സ്റ്റോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏത് സ്റ്റോക്സിലാണെന്നും ആ ഒരു സ്ട്രൈക്ക് ഏതാണെന്നും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ്. ഇനി ക്യാൻഡിൽ സ്റ്റിക് സ്കാൻ. ഈ ക്യാൻഡിൽ സ്റ്റിക് സ്കാനിൽ നമുക്ക് ഒരുപാടുണ്ട്. ബുള്ളിഷ് സ്കാൻ ഉണ്ട്, ബുള്ളിഷ് കണ്ടിന്യൂസ് സ്കാൻ ഉണ്ട്, ബുള്ളിഷ് റിവേഴ്സൽ സ്കാൻ ഉണ്ട് കണ്ടോ, ബെയറിഷ് സ്കാൻ ഉണ്ട് കണ്ടോ. അതിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് കണ്ടോ. ഇത് വൈറ്റ് മാർബിക്യൂ ആണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിലോട് കിട്ടും. ഈ ബുള്ളിഷ് കണ്ടിന്യൂസ് സ്കാൻ ഉണ്ടോ, ബുള്ളിഷ് റിവേഴ്സൽ സ്കാൻ ഉണ്ടോ. ബുള്ളിഷ് റിവേഴ്സൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻവെർട്ടർ ഹാമർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ കണ്ടീഷൻ മാച്ച് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കാൻ സെക്ഷനിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലും അതുപോലെ പൊസിഷണൽ ട്രേഡിങ്ങിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്കാനേഴ്സ് ആണ് ഈ ഒരു സ്കാൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് 1 by 1 ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഐഡിയാസ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ DVS ലാബറട്ടറീസ് ആണ് ആദ്യം നിൽക്കുന്നത്. അതായത് 3400 ആണ് ഇതിന്റെ കീ ലെവൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3406 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 3400 ലെവൽ വന്നിട്ട് അവരൊരു ബൈ ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓരോ സ്റ്റോക്സുകളും അതിന്റെ കീ ലെവൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽസ് ഇപ്പോൾ സപ്പോർട്ടായിട്ടും സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് ഉള്ളത് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ്. അതായത് നമുക്ക് ബിഗ് ബുൾസ് ഒക്കെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല ആൻഡ് അസോസിയേറ്റ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൽ അറിയണമെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡിങ്സ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റോക്സുകളൊക്കെ അവർ എത്ര പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്തെന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനി കീ ചേഞ്ചസ് അവർ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ 40s അവർ കൂട്ടിയിട്ടുണ്ട്, അവരുടെ ഷെയർ ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അതും അറിയാൻ സാധിക്കുന്നുണ്ട്.
അതായത് അവരുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിങ്സ് മാത്രമല്ല, അവർ ഏതെങ്കിലും ഷെയർസ് അവർ വിറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടോ ഉണ്ടോ, ഇതൊക്കെ അവരുടെ ഷെയർ ഹോൾഡിങ്സ് കുറച്ചിട്ടുണ്ട്. അതാണ് താഴേക്കുള്ള ആരോ കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നല്ല ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള ഷെയർസ് നമുക്ക് നോക്കാം. ആ ഷെയർസിന്റെ ഇത്രയും പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ആണ്. ആ കീ ചേഞ്ചസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്സുകൾ നമ്മൾ വാച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇവിടേക്കാണെങ്കിൽ അവർ സ്റ്റോക്സ് വിറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റോക്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ബിഗ് ബുൾസ് ബൈ ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അത് എപ്പോഴാണ് മാർക്കറ്റ് കറക്ഷൻ വരുന്നത് ആ സമയത്ത് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ അതും നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റലി അറിയുന്ന ആവശ്യമില്ല. ഇതേപോലെ ബിഗ് ബുൾസ് ഒക്കെ മേടിക്കുന്ന സ്റ്റോക്സുകൾ ഒന്ന് വാച്ച് ചെയ്താൽ മതി. പിന്നെ അടുത്തത് സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ സ്ട്രാറ്റജീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ഡേ ബുള്ളി സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു കണ്ടീഷനും മാച്ച് ചെയ്ത് വന്നിട്ടില്ല. ഞാൻ അടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് മാച്ച് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റോക്സുകളൊന്നും ഇല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ദെയർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിക്ക് അടുത്ത് വന്നിരിക്കുന്ന സ്റ്റോക്സുകളാണ്. അപ്പോൾ മാച്ച് ചെയ്ത് വന്നിട്ടില്ല, ഇതിലും വന്നിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും പെർഫെക്റ്റ് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്സ് ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഉണ്ടോ, ആ ഒരു റിസ്ക് റിവാർഡ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രാഡേ സ്ട്രാറ്റജി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇത് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണല്ലോ. നമുക്ക് 0 സ്റ്റോക്സ് ആണ് കാണിക്കുന്നത്. ഇവിടെ 3 സ്റ്റോക്സ് കാണിക്കുന്നുണ്ട്. 1 ഡേ ബെയറിഷ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതിൽ 3 സ്റ്റോക്സ് ഇപ്പോൾ പെർഫെക്റ്റ് മാച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിലൊക്കെ ഡൗൺ ട്രെൻഡ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിയുടെ കണ്ടീഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്കാൻസ് ഇത്രയും ക്രൈറ്റീരിയ മാച്ച് ചെയ്തിട്ടാണ് സ്കാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്സുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം സ്റ്റോക്സിൽ നിന്ന് ഡൗൺ ട്രെൻഡ് ആണ്, നമുക്ക് സെല്ലാണ്. ഓക്കെ, അതുപോലെ സിങ്ങിന് വേണ്ടിയുള്ള സ്റ്റോക്സുകളുണ്ട്, പൊസിഷനിലുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്സുകളുടെ ഇവിടെ ഉണ്ടോ 0, ഇവിടെ 2 സ്റ്റോക്സ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് 2 സ്റ്റോക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി അറിയണമെങ്കിൽ ഈ 2 സ്റ്റോക്സിലാണ് ഏഷ്യൻ മോട്ടറും ആക്സൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഇൻട്രോഡക്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റിയ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ സ്കാനറാണ് ഇത് യൂസ് ചെയ്തതെന്ന് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ബിസിനസ് ഹൗസസ് ആണ്. അപ്പോൾ ബിസിനസ് ഹൗസസിൽ മുകേഷ് അംബാനി ഗ്രൂപ്പ്, അതായത് റിലയൻസിന്റെ ഏതൊക്കെ കയ്യിലുള്ള സ്റ്റോക്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ റിലയൻസിന്റെ സ്റ്റോക്സുകൾ ഇവിടെ എല്ലാ സ്റ്റോക്സുകളും ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ റിലയൻസിന്റെ സ്റ്റോക്സുകളാണ്. പിന്നെ അതിൽ ഇന്നത്തെ ഗെയിനർ ഏതാണ്, ലൂസേഴ്സ് ഏതാണ്, അവരുടെ ഷെയർ ഹോൾഡിങ്സ് കണ്ടോ. ഷെയർ ഹോൾഡിങ്സ് നല്ല രീതിയിൽ, അതായത് പ്രൊമോട്ടേഴ്സ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, FI എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, DIA എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ FI ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ കണ്ടുപിടിക്കാം. ആ ഒരു സ്റ്റോക്സുകൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റോക്സുകളിന് ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് മുകേഷ് അംബാനിയുടെ കിട്ടി. അതുപോലെ ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റോക്സുകൾ കണ്ടോ, ഇതൊക്കെ ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റോക്സുകളാണ്. നല്ലൊരു കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ എല്ലാ സ്റ്റോക്സുകളും നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് കൊടുത്താൽ, അതുപോലെ ഡീൽസ് ഉണ്ടെങ്കിൽ ആ ഡീൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബൾക്ക് ഡീൽസ് വരാണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ന്യൂസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സിന് ടാറ്റയുടെ ഗ്രൂപ്പിലെ ഏതെങ്കിലും സ്റ്റോക്സിന് ന്യൂസ് വരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റോക്സിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ന്യൂസ് സെലക്ട് ചെയ്തെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ന്യൂസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ലേറ്റസ്റ്റ് ന്യൂസുകൾ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതാണ്. ഇതിന് അദാനി ഗ്രൂപ്പിന്റെ സ്റ്റോക്സുകളുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് എഡ്ജ് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് ടോപ്പ് 5 കമ്പനീസ് ട്രേഡിംഗ് നിയർ ബ്രേക്ക്ഔട്ട് ലെവൽ. ഇപ്പോൾ ബ്രേക്ക്ഔട്ട് എടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സിലാണ് കാണിക്കുന്നത്. അതിൽ വീക്ക്ലി ടെക്നിക്കൽ സ്റ്റോക്സ് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ അവരുടെ ടെക്നിക്കലാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഏത് ലെവലിലാണ് നമ്മൾ ബൈ എടുക്കേണ്ടത്. ഓക്കെ, അതിൽ ഏത് ലെവലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്, അതിൻ്റെ റിസ്ക് റിവാർഡ്, എന്തുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പാറ്റേൺ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ വന്നാറാണ് ആ ഒരു ബ്രേക്ക്ഔട്ട് ആണ് ഒരു ബൈ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആ ടെക്നിക്കൽ വ്യൂ അനുസരിച്ചുള്ള ഓരോ സ്റ്റോക്സിൻ്റെയും അതിൻ്റെ റിസ്ക് റിവാർഡ് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് അതുപോലെ സിംഗ് ട്രേഡിങ്ങിനൊക്കെ വളരെ യൂസ്ഫുൾ ആണിത് എഡ്ജ് റിപ്പോർട്ട്സ്. ഇനി അടുത്തത്
ഇൻവെസ്റ്റ്മെന്റ് തീംസ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് തീംസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം ഇംപ്രൂവ്മെന്റ്, അപ്പോൾ നമുക്ക് ഹോം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സുകളൊക്കെയാണ് കാണാൻ സാധിക്കുക. അത് ഏഷ്യൻ പെയിന്റ്സ്, ഹാവൽസ്, അതുപോലെ ക്രോംപ്ടൺ, വേൾപൂള്, ഓക്കെ, അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത സ്റ്റോക്സുകളാണ്. ഗെയിലി, പെട്രോനെറ്റ്, ഗുജി ഗ്യാസ് കണ്ടോ. ഇപ്പോൾ ഗ്യാസിന്റെ സെക്ടറുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് സ്റ്റോക്സുകൾ. അടുത്ത കമ്പനി ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഇതിൽ ആനുവൽ റിപ്പോർട്ട്സ്, ബോണസ്, ബൈബാക്ക്, ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ബ്രീത്ത് ആണ്. ഇപ്പം നിഫ്റ്റി 500, പീരിയോഡിക് ഹൈ ആൻഡ് ലോ, അഡ്വാൻസ്ഡ് ആൻഡ് ഡിക്ലൈൻസ്. അപ്പോൾ ഓരോ ദിവസത്തെ അഡ്വാൻസ് ഡിക്ലൈൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ്. പിന്നെയുള്ളത് ഡെറിവേറ്റീവ് അനാലിസിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂ ഷോർട്ട് പൊസിഷൻ, ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂ ഷോർട്ട് പൊസിഷൻ, അതുപോലെ ലോങ് പൊസിഷൻ ഒക്കെ നമുക്ക് കൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാണ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു പ്രീമിയം ഫീച്ചേഴ്സിൽ വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എല്ലാം പറയുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ടെക്നിക്കൽ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ സ്കാനിൽ തന്നെ ടെക്നിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫണ്ടമെന്റൽ സ്കാൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റലും ടെക്നിക്കലും നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, ഒരു നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ, ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ എടുക്കാം. ഇതിൽ നല്ല ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് നോക്കാം. ആ സ്റ്റോക്സുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് ഒരു കറക്ഷൻ വരുന്നത്, മാർക്കറ്റ് താഴേക്ക് വരുന്നത്, ആ സമയത്തൊക്കെ ആ സ്റ്റോക്സുകൾ ഒന്ന് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ കീ ചേഞ്ചസ് നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം, ഇടയ്ക്ക് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ എന്തെങ്കിലും ചേഞ്ച്, ആ സ്റ്റോക്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വിറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മേടിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ നല്ലതാണ് ആ ഒരു ഇൻവെസ്റ്റേഴ്സ് പോർട്ട്ഫോളിയോ നോക്കിയിട്ട് സ്റ്റോക്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് എഡ്ജിന്റെ ഫീച്ചേഴ്സ്, പ്രീമിയം ഫീച്ചേഴ്സ് 1 month ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം CO100 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 month ഫ്രീ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം 1 month നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളത് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.